ഹലോ, ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അല്ല. അപ്പോൾ ഇത് കാണുന്നവർ ദയവായിട്ടൊന്ന് ക്ഷമിക്കുക. കാരണം ഇതിപ്പോൾ പറയേണ്ട ആവശ്യമായിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിന് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ചിലപ്പോൾ അത് എനിക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വെർബൽ അബ്യൂസിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഇഗ്നോർ ചെയ്ത് വിടാറാണ്. കാരണം നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ചിലവാക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ, അതായത് എനിക്കെന്നല്ല, അത്യാവശ്യം ഓൾമോസ്റ്റ് ആണായാലും പെണ്ണായാലും അവർക്കെല്ലാം തന്നെ ഇങ്ങനെയുള്ള വെർബൽ അബ്യൂസുകൾ ദിനം പ്രതി ലഭിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമുക്കും അറിയാം. ഞാൻ കാണാറുണ്ട്, നിങ്ങളും കാണാറുള്ള കാര്യമാണ്. പക്ഷേ നിയമപരമായിട്ട് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് നിയമസാധ്യതയുണ്ട്. കാരണം ഒരു തെറി വാക്ക് പോലും ഉപയോഗിക്കുന്നവർക്കെതിരെ നമുക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവും ശിക്ഷയും പിഴയും ഒക്കെ ലഭിക്കാവുന്ന കേസുകളൊക്കെ നിലവിലുള്ളതാണ് നമ്മുടെ നിയമം അനുസരിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ഇതിനകത്ത് ഇട്ട് ഇളക്കി മറിച്ച് നശിപ്പിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. ആ പുള്ളി, അതായത് ഇപ്പം എനിക്ക് റീസെൻ്റ് ആയിട്ട് സംഭവിച്ചേക്കുന്നത്, ആ പുള്ളിയാണ് തുടക്കം ഇട്ടിരിക്കുന്നത്. ആ പുള്ളിയാണ് എന്നെയും എൻ്റെ ഭാര്യേനെയും എൻ്റെ പൊടിക്കുഞ്ഞിനെയും അതേപോലെ ആ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു 10-20ഓളം ആളുകളെ എല്ലാവരെയും പുള്ളി അബ്യൂസ് ചെയ്തിട്ടുണ്ട്, വെർബൽ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എങ്ങനെയാ പറയാന്നറിയില്ല. ഞാനിപ്പം പുള്ളിയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് തരുന്നവർക്ക് 1000 രൂപ ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിയുടെ അഡ്രസ്സ് ചോദിച്ചിട്ട് പുള്ളി തരണില്ല. പുള്ളി നമ്മളിങ്ങനെ വെല്ലുവിളിച്ചോണ്ടിരിക്കുക, നീ വാടാ അങ്ങേരുടെ പ്രൊഫൈല് ലോക്ക്. എന്നിട്ട് പുള്ളി പറയാം എൻ്റെ പ്രൊഫൈൽ നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ആരോടൊക്കെയോ. പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല, പുള്ളി പൊട്ടനാണോ പൊട്ടൻ കളിക്കുകയാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ആയിക്കോട്ടെ, പുള്ളി അവിടെ കളിച്ചോട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം. കാരണം ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക അവസ്ഥ ഉണ്ടാവരുത്. കാരണം ചെയ്യുന്ന തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം പുള്ളിക്ക് വരണം. ഒന്നാമത്തെ കാര്യം, എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇപ്പം ഏകദേശം 37,000 ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും വർഷങ്ങളോളം കഷ്ടപ്പെട്ട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് കണ്ടിന്യൂസ് വ്ളോഗൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നേടാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഏതൊരു കൊച്ചു കുട്ടിക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യണേ. അപ്പം അതിനുള്ളിൽ പോലും വന്നിട്ട് പുള്ളി ഫ്രസ്ട്രേഷൻ തീർക്കുക എന്ന് പറയുമ്പം അത് ഭയങ്കരമാണ്. കാരണം ഒരുപാട് പേര് കാണുന്നതാണ്, ഒരുപാട് പേര് ആ കമൻറ്റുകൾ വായിക്കുന്നതാണ്. അപ്പം അവർക്കെല്ലാം മനസ്സിലൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അത് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് കമൻ്റൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതാണ്. മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ഇതുപോലുള്ളത് എല്ലാവർക്കും സംഭവിക്കും. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വേദന നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് നന്നായിട്ട് വേദനിച്ചോട്ടെ ഈ കാര്യം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഒരു സാധനം അതായത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ ഞാൻ പറയുമ്പോൾ ഒരുപാട് പേർക്ക് അരോചകമായിട്ട് തോന്നും. കാരണം അവർക്ക് അനുഭവം വരുന്നവരാണല്ലോ അത് മനസ്സിലാക്കുന്നത്. ഓക്കെ, എനിക്കിങ്ങനെ വന്നിട്ടുണ്ടല്ലോ എന്ന് അതൊരു മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്ക് മാത്രമാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത് വെച്ചിട്ട് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയല്ല. എനിക്കിത് വെച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. പക്ഷേ ഇതിനൊരു അവസാനം ഉണ്ടാവണം. ഇപ്പം എനിക്ക് സംഭവിച്ച പോലെ അടുത്തൊരാൾക്ക് സംഭവിക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. ആ ഒരു സെൻസിൽ മാത്രം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ എനിക്ക് ആദ്യമേ പറയാനുള്ളൂ. കാരണം ഇത് എങ്ങടാ പോണേന്നുള്ളത് എനിക്കിനി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ.